പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ പൂട്ടാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രതിചേർത്ത് ശക്തമായ ഉപരോധം ഇറാനെതിരെ കൊണ്ടുവരുവാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ പാകിസ്ഥാൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി. ഒരു ഭാഗത്ത് ഇസ്രായേൽ സിറിയൻ അതിർത്തി കടന്ന് ഇറാൻ മിലിറ്ററി ബേസുകളെയും ആയുധ ഫാക്ടറികളെയും ആക്രമിച്ച് ഇറാനെ പ്രകോപിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് അമേരിക്ക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ മിസൈൽ ഇടപാടുകൾ നടന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നാണ് അമേരിക്ക ഇറാനെതിരെ ഉപരോധം ശക്തമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആയുധ മേഖല ഉൾപ്പെടെ അന്താരാഷ്ട്ര വ്യാവസായിക മേഖലകളിൽ നിന്നെല്ലാം ഇറാനെ വിലക്കി ഒറ്റപ്പെടുത്തുമ്പോൾ ഇറാന്റെ സമ്പദ്ഘടന തകർക്കപ്പെടുകയും ഇറാൻ ദുർബലമാവുകയും ചെയ്യും എന്നതാണ് പ്രതീക്ഷ. എന്നാൽ അമേരിക്കയുമായി സൗഹാർദ്ദത്തിലുള്ള പാകിസ്ഥാനെ മുൻനിർത്തിയാണ് ഇറാൻ അമേരിക്കക്ക് ഇതിനുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇതേ അമേരിക്കയുടെ ഉപരോധം കാരണം മുടങ്ങിപ്പോയ ഇറാൻ പാകിസ്ഥാൻ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ പേരിൽ $18 ബില്യൺ ഇറാൻ പാകിസ്ഥാനോട് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപരോധം മുഖേന പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുമ്പോൾ $18 ബില്യൺ എന്ന ഭീമമായ സംഖ്യ പാകിസ്ഥാൻ ഇറാന് നൽകേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. റഷ്യക്ക് ആഴത്തിലുള്ള പ്രഹരം ഏൽപ്പിക്കുവാൻ കെൽപ്പുള്ള ദീർഘദൂര മിസൈലുകളുടെ പ്രയോഗത്തിന് മുകളിലുള്ള വിലക്കുകൾ നീക്കാൻ അമേരിക്ക തീരുമാനിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാൻ നിർമ്മിത ഫത്ത 360 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ റഷ്യക്ക് നൽകിയിരുന്നുവെന്നും ആ മിസൈലുകൾ റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിച്ചിരുന്നുവെന്നും അമേരിക്ക ആരോപിച്ചു. ഇറാൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് ഇറാൻ നൽകിയിട്ടുണ്ടെന്ന് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം റഷ്യയും ഇറാനും ഒരുപോലെ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുമുണ്ട്. ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരുടെ പിന്നിൽ ശക്തിയായി നിലകൊള്ളുന്ന ഇറാനെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും പ്രതിചേർക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ റഷ്യൻ വ്യവസായികൾക്കും ഇറാന്റെ പതാകയുള്ള വിമാനങ്ങൾക്കും ഇറാൻ എയർലൈൻസിനും ഉപരോധം ഏർപ്പെടുത്തുവാനാണ് അമേരിക്കയുടെ നീക്കം. ഇറാന്റെ ഫത്ത 360 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ റഷ്യയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും അത് പ്രവർത്തിക്കുവാനുള്ള പരിശീലനം റഷ്യൻ പട്ടാളക്കാർക്ക് ഇറാൻ നൽകിയിട്ടുണ്ടെന്നുമാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഓഗസ്റ്റ് മാസം നടന്ന ഈ ഡീൽ ഏതാനും ആഴ്ചകൾക്കകം പ്രാവർത്തികമാക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉപരോധത്തിലൂടെ സാമ്പത്തിക ഭീകരതയാണ് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതെന്നും ഇത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമമാണെന്നും ഇറാൻ ആരോപിച്ചു. ഈ ഉപരോധങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിന്റെ സുരക്ഷിതത്വത്തിനും ഭീഷണിയായി മാറുമെന്നാണ് ലണ്ടൻ പര്യടനത്തിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രസ്താവിച്ചത്. ഇറാൻ റഷ്യക്ക് മിസൈലുകളും പരിശീലനങ്ങളും നൽകുന്നതിനു പകരമായി ന്യൂക്ലിയർ പദ്ധതികളുടെയും ബഹിരാകാശ പദ്ധതികളുടെയും സാങ്കേതിക വിദ്യകൾ റഷ്യ ഇറാന് നൽകുവാൻ സാധ്യതയുണ്ടെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി. അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നും സൈനിക സഹായങ്ങൾ സ്വീകരിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്ക ഉക്രൈന് $700 മില്യൺ സഹായവും പ്രഖ്യാപിച്ചു. കൂടാതെ ബ്രിട്ടൻ വ്യോമ പ്രതിരോധ മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഉടനെ ഉക്രൈന് നൽകുമെന്നും ബ്ലിങ്കൻ വെളിപ്പെടുത്തി. എന്നാൽ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കുവാൻ ഉക്രൈന് അനുവാദം നൽകുകയാണെങ്കിൽ
അത് യുദ്ധത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നേരിട്ടുള്ള പങ്കാളിത്തമായി പരിഗണിക്കപ്പെടുമെന്നും ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. 2022 ഫെബ്രുവരി 24 മുതൽ റഷ്യ ഉക്രൈൻ മേൽ അധിനിവേശത്തിനുള്ള ശ്രമം നടന്നപ്പോഴും അമേരിക്ക നേരിട്ട് ഇടപെടൽ നടത്താതെ പിന്നിൽ നിന്നും ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതേസമയം പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ റഷ്യക്കെതിരെ തൊടുത്തുവിട്ടാൽ റഷ്യയുടെ ഭാഗത്ത് നിന്നും കൂടുതൽ ശക്തവും മാരകവുമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഡ്യൂമ സ്റ്റേറ്റ് ചെയർമാൻ വൈജസ്ലാവ് വെലോഡിൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യയുടെ കൂടുതൽ ഉൾപ്രദേശങ്ങളെ ആക്രമിച്ചാൽ പുടിനെ പ്രതികാര നടപടിയിലേക്ക് തള്ളിവിടുമോ എന്ന ഭയവും അമേരിക്കക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഉക്രൈൻ മിസൈലുകളുടെ ട്രാൻസിറ്റ് പോയിന്റ് എന്ന നിലയിൽ പോളണ്ടിന്റെ എയർബേസിനെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമം ഒരു നാറ്റോ അംഗത്തിനെതിരെ ആയതുകൊണ്ട് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 നടപ്പിലാവുകയും നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും. മോസ്കോയുമായി നേരിട്ട് മുട്ടുന്നത് ചിന്തിക്കാനാവാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ആണവ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നും അമേരിക്കക്ക് അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പാകിസ്ഥാൻ പൈപ്പ് ലൈനിന്റെ പേരിൽ അമേരിക്കയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്ക ഇറാനുമേൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തമായ ഉപരോധത്തിന് ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇറാൻ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2010 പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ഈ പൈപ്പ് ലൈൻ കരാർ പ്രകാരം 750 മില്യൺ മുതൽ 1 ബില്യൺ ക്യൂബിക് മീറ്റർ വരെ പ്രകൃതി ഗ്യാസ് പ്രതിദിനം ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എത്തും. 25 വർഷമാണ് ഇതിന്റെ കാലാവധി. എന്നാൽ 2014 പൂർത്തീകരണ കാലാവധി 10 വർഷം കൂടി നീട്ടിത്തരണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ നീട്ടി നൽകുകയും അതുപ്രകാരം 2024 സെപ്റ്റംബറിൽ അതിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒന്നുകിൽ പൈപ്പ് ലൈനിന്റെ പണി പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ $18 ബില്യൺ നഷ്ടപരിഹാരം നൽകുക. ഇതാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യം. 1900 കിലോമീറ്റർ നീളമുള്ള ഈ പൈപ്പ് ലൈനിന്റെ 1180 കിലോമീറ്റർ ഇറാന്റെ ഭാഗത്തൂടെയും 781 കിലോമീറ്റർ പാകിസ്ഥാനിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഇതിൽ ഇറാന്റെ ഭാഗത്തുള്ള പൈപ്പ് ലൈനിന്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പണി പാകിസ്ഥാന് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുമില്ല. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണമാണ് പൈപ്പ് ലൈനിന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ പറ്റാതിരുന്നതെന്നും ഈ പദ്ധതിയെ ഉപരോധത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനായി അമേരിക്കൻ കോടതിയിൽ കേസ് നൽകാൻ ആലോചിക്കുന്നുവെന്നും പാക് പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് വ്യക്തമാക്കി. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നാറ്റോ രാഷ്ട്രങ്ങൾ റഷ്യയ്ക്കും ഇറാനുമെതിരെ ഒരുമിക്കുമ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ ചൈനയും ഇറാനും നോർത്ത് കൊറിയയും ഒരുമിക്കുകയാണ്. ഇതിനുപരി ശക്തമായി കൊണ്ടിരിക്കുന്ന ഇറാൻ റഷ്യ ബന്ധം ഗാസ യുദ്ധത്തിലും ഉക്രൈൻ യുദ്ധത്തിലും നിർണായക സ്വാധീന ശക്തിയായി മാറുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കും ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കുമുണ്ട്.